നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത 4x4 ക്യൂബ് സെൻട്രൽ കട്ടിങ് എഡ്ജ് കട്ടിങ് റെഡിയാക്കുന്ന വീഡിയോസിൻ്റെ ക്ലാരിറ്റി കുറവാണെന്നൊക്കെ പറഞ്ഞ അതിനോട് ആ വീഡിയോസ് രണ്ടും ഒറ്റ വീണ്ടും ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഏറ്റവും മുമ്പ് സെൻട്രൽ കട്ട റെഡിയാക്കണമെന്നാണ് കാണിക്കുന്നത്. വൈറ്റ് കട്ട റെഡിയാക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിന് സെൻറ്ററിലെ 4 കട്ടകൾ 4 കീകളിൽ വൈറ്റ് റെഡിയാക്കേണ്ടതിൻ്റെ നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിൽ ആ 4 ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ പിടിക്കുക. ടോപ്പിൽ പിടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത വൈറ്റ് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാനായിട്ട്. ഇനി ഇവിടെ വൈറ്റിൻ്റെ ആ 4 ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് പിടിച്ചു. ഇനി വൈറ്റ് എവിടെയാണ്? വൈറ്റ് ഇവിടെ മുകളിൽ കിടപ്പുണ്ട്. അവിടെ കിടക്കുന്നതും ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിരിക്കണം. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ കളറിന് നീലയാണ് റൈറ്റ് സൈഡിലുള്ള. ആ നീല മുകളിലേക്ക് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് വീണ്ടും താഴത്തേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് അത് ലെഫ്റ്റിലേക്ക് തിരിക്കുക. അടുത്ത സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. വെള്ളക്കട്ടയിൽ രണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി എവിടെയാണ് വൈറ്റ് കിടക്കുന്നതെന്ന് നോക്കുക. അവിടെയില്ല. നമ്മളിപ്പോൾ വൈറ്റ് കിടക്കുന്ന എവിടെയാണെന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടേക്കണേൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ നമ്മൾ എടുക്കാൻ നിലവിൽ സെറ്റ് ചെയ്തതിന് വശം ഇടത്ത് സൈഡിലായിട്ട് പിടിക്കണം. ഇടത്ത് സൈഡിലായിട്ട് പിടിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇടത്ത് സൈഡിലായിട്ട് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് മുകളിൽ കട്ടിങ് ഇടത്ത് സൈഡിലേക്ക് വരണം. പതിയെ ഇടത്ത് സൈഡിലേക്ക് കിടക്കണം. ഇടത്ത് സൈഡിൽ മുകളിലായിട്ട് കിടക്കണം. ഇനിയിപ്പോൾ അടിയിൽ നിന്ന് ആ നീലക്കട്ട മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് തിരിച്ച് കഴിഞ്ഞിട്ട് റിവേഴ്സ് കൊണ്ടുവരാം. അപ്പോൾ 3 കട്ട സെറ്റായി. ഇനി അടുത്ത കട്ട എവിടെയാണ് കിടക്കണമെന്ന് നോക്കണം. വെള്ളക്കട്ട എവിടെയാണ് കിടക്കണമെന്ന് നോക്കണം. അപ്പോൾ സെൻറ്ററിൽ മുകളിൽ ഇടത്ത സൈഡിലായിട്ട് കിടക്കണം. അപ്പോൾ താഴത്ത് നമ്മൾ ഇങ്ങനെ കിടന്നപ്പോൾ നേരെ തിരിച്ച് ഇടത്ത സൈഡിൽ 2 കട്ടയും മുകളിൽ വലത്തെ സൈഡിൽ ഒരു കട്ടയായിട്ട് നിൽക്കണം. മുകളിൽ അതുകൊണ്ട് വലത്തെ സൈഡിലുള്ള കട്ടയെ മുകളിലേക്ക് കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് തിരിക്കുക, ക്ലോക്ക്വൈസ് തിരിക്കുക, എന്നിട്ട് വീണ്ടും താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ വെള്ളക്കട്ട സെറ്റായി. ഇനി നമ്മൾ വെള്ളക്കട്ടയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മഞ്ഞക്കട്ട സെറ്റ് ചെയ്യാൻ നോക്കണം. ഏറ്റവും ഓപ്പോസിറ്റ് അവിടെ ഒരു കട്ടയുണ്ട് മഞ്ഞക്കട്ട. അത് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇടത്തെ സൈഡിൽ ആ 4 കുളത്തിൻ്റെ ഇടത്തെ സൈഡിൽ മുകളിലായിട്ട് പിടിക്കുക. ഇനി എവിടെയാണ് മഞ്ഞക്കട്ട കിടക്കണതെന്ന് നോക്കുക. മഞ്ഞക്കട്ട കിടക്കുന്നത് എവിടെയാണെന്ന് നോക്കി കഴിയുമ്പോൾ അവിടെ അതിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്നുണ്ട്. അതും ഇടത്തെ സൈഡിൽ മുകളിലായിട്ട് പിടിക്കുക. പിടിച്ചിട്ട് താഴത്ത് കിടക്കുന്ന മഞ്ഞക്കട്ടയെ എൻ്റെ ഇടത്തെ സൈഡിൽ മുകളിലാക്കുക. എന്നിട്ട് അതിന് നേരെയുള്ള നീലക്കട്ടയെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് ഇത് ഇടത്തെ സൈഡിലാക്കുക. ഈ 2 മഞ്ഞക്കട്ടയും ഇടത്തെ സൈഡിലാക്കിയിട്ട് ഇനി എവിടെ കിടക്കണമെന്ന് നോക്കാം. അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. അത് ഇടത്തെ സൈഡിൽ മുകളിലായിട്ട് എടുക്കണം. അത് ഇടത്തെ സൈഡിലായിട്ട് മുകളിലെടുക്കണം. താഴത്തെ കട്ട ഇടത്തെ സൈഡിലേക്ക് പിടിക്കണം. എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷൻ മാറ്റി പിടിച്ചാലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ നീലക്കട്ട മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലോക്ക്വൈസ് തിരിച്ചിട്ട് വീണ്ടും അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 3 കട്ട സെറ്റായി. ഇനിയിപ്പോൾ കിടക്കുന്ന കട്ട എവിടെയാണെന്ന് നോക്കാം. ഇനി അവിടെ ഇല്ല, മുകളിലെടുക്കണം. അത് ഇടത്തെ സൈഡിലേക്ക് മാറ്റുക. ഇനിയിപ്പോൾ മുകളിൽ ഏറ്റവും റൈറ്റ് സൈഡിലെ മഞ്ഞക്കട്ട മുകളിലേക്ക് കൊണ്ടുവരാം. 3 കട്ടയിൽ റൈറ്റ് സൈഡിലെ മഞ്ഞക്കട്ട കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് ഇനി ക്ലോക്ക്വൈസ് തിരിക്കുക. 2 റൈറ്റ് സൈഡിലാക്കിയിട്ട് താഴത്തേക്ക് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ മഞ്ഞയും വെള്ളയും സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വശം വെള്ളയുടെ ഓപ്പോസിറ്റ് മഞ്ഞ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു കളർ സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഞ്ഞ സെറ്റ് ചെയ്തു, അതിൻ്റെ അടിയിൽ വെള്ള സെറ്റ് ചെയ്തു,
ഇനി ഏതെങ്കിലും സൈഡിൽ ഇനി നമ്മൾ ഒരു സൈഡിൽ നീല സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ പിടിക്കുന്നതിൽ ഇടത് സൈഡിൽ ടോപ്പിൽ നീല പിടിക്കുക ആക്കി. അത് കഴിഞ്ഞിട്ട് എവിടെയാണ് നീലക്കട്ട കിടക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് 2 കട്ട കിടപ്പുണ്ട്. എവിടേക്കാണ് കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം. നമുക്ക് കൊണ്ടുവരാനുള്ളത് എവിടേക്കാന്ന് നോക്കാം. അത് ഇടത് സൈഡിൽ മുകളിൽ പിടിക്കുക. മറ്റേതും അത് തന്നെ ആ 2 കട്ടയും ഇടത് സൈഡിൽ മുകളിൽ പിടിക്കുക കൊണ്ടുവരാനുള്ള കട്ട. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാനുള്ള വശത്തിൻ്റെ അവിടുത്തെ പച്ചക്കട്ട മുകളിലേക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് 2 റൗണ്ട് ക്ലോക്ക് വൈസ് തിരിക്കുക. എന്ന് പറഞ്ഞാൽ 2 കട്ടയും നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാനുള്ള 2 റൗണ്ട് ക്ലോക്ക് വൈസ് തിരിച്ചാൽ താഴത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ 3 കട്ട സെറ്റായി. 3 കട്ട സെറ്റായിട്ട് നമ്മൾ തിരിച്ച് വയ്ക്കുക. അങ്ങനെ തിരിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നാണല്ലോ കൊണ്ടുവരാനുള്ളതെന്ന് നോക്കാം. ഇനി ഒരു കട്ടയുടെയും സെൻറ്ററിലും അത് കൃത്യമായിട്ട് അവിടെ കിടപ്പുണ്ട്. മുകളിൽ കിടപ്പുണ്ട്. മുകളിൽ വലത് സൈഡ് കിടപ്പുണ്ട്. ഇവിടെയും കറക്റ്റാണ്. അപ്പോൾ വലത് സൈഡിലെ നീലക്കട്ട മുകളിലേക്ക് കൊണ്ടുപോകാം. വലത് സൈഡിൽ നീലക്കട്ട മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇനി ഒരു ക്ലോക്ക് വൈസ് തിരിക്കുക. ആ 2 കട്ടയും താഴത്തേക്ക് കൊണ്ടുവരാം. 2 കട്ടയും താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് ശരിയായി. ഇനിയും അതിൻ്റെ ഓപ്പോസിറ്റ് പച്ച, നീലയുടെ നേരെ എതിർ സൈഡിൽ പച്ച സെറ്റ് ചെയ്യാം. പച്ച ഇടത് സൈഡിൽ മുകളിൽ കിടപ്പുണ്ട്. ഇനി എവിടെ നീല കിടക്കുന്നത് അത് 2ഉം ഇടത് സൈഡിലേക്ക് ആക്കുക. പിന്നെ കൊണ്ടുവരാനുള്ളടത്ത് ആ ഓറഞ്ച് കട്ട മുകളിലേക്ക് കൊണ്ടുപോകാം. 2 റൗണ്ട് ക്ലോക്ക് വൈസ് തിരിക്കുക. 2 പച്ചക്കട്ട താഴത്തേക്ക് കൊണ്ടുവരാം. ഇനി എവിടെ പച്ചക്കട്ട കിടക്കണേന്ന് നോക്കാം. പച്ചക്കട്ട ഇനി എവിടെ കിടക്കണേന്ന് നോക്കാം. ഇവിടെ താഴത്ത് കിടക്കണേ. അപ്പോൾ അത് ഇടത് സൈഡിലാക്കാം. ഇടത് സൈഡിൽ മുകളിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരാനുള്ള സൈഡ് ഇപ്പോൾ തിരിഞ്ഞ് കിടക്കണേ. അപ്പോൾ അത് നേരെ ഒന്ന് തിരിച്ചിട്ട് വലത് സൈഡിൽ ഒറ്റക്കട്ടയാക്കാം. അതുണ്ടാവും ഒറ്റക്കട്ട മുകളിലേക്ക് കൊണ്ടുപോകാം. പച്ച ഒറ്റക്കട്ട മുകളിലേക്ക് കൊണ്ടുപോകാം. അത് കഴിഞ്ഞിട്ട് ക്ലോക്ക് വൈസ് തിരിക്കുക. ആ കട്ട താഴത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ പച്ചയും നീലയും സെറ്റായി. അപ്പോൾ 4 കളർ സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ മഞ്ഞക്കട്ട മുകളിൽ പിടിക്കണം. മഞ്ഞക്കട്ട മുകളിൽ പിടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വലത് സൈഡിൽ നീലക്കട്ടയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ മുകളിൽ മഞ്ഞയും വലത് സൈഡിൽ നീലയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഓറഞ്ച് സെറ്റ് ചെയ്യണം. ഓറഞ്ച് സെറ്റ് ചെയ്യാനായിട്ട് 2 കട്ട ഇടത് സൈഡിൽ പിടിച്ചിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോകാം. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെഡായിരിക്കും കിടക്കുക. അപ്പോൾ റെഡായിരിക്കണം. റെഡിൻ്റെ ഓറഞ്ച് കട്ട ഇടത് സൈഡ് തന്നെയാണ് കിടക്കുന്നത്. അപ്പം ആ 2 കട്ടയും മുകളിലേക്ക് കൊണ്ടുപോകാം. ഇനി ഒരു റൗണ്ട് തിരിച്ച് 2 റൗണ്ട് തിരിക്കുക. 2 ഫോക്കസ് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഓറഞ്ച് സെറ്റായി. അപ്പോൾ എതിർ സൈഡിൽ സ്വാഭാവികമായിട്ടും റെഡും സെറ്റായിട്ടുണ്ടാകും. 6 കളറും സെറ്റായിട്ടുണ്ട്. ഇത്ര സിമ്പിളാണ്. നമ്മൾ സെൻട്രൽ കട്ട സെറ്റ് ചെയ്യാനായിട്ട് ഈ കാണുന്ന പരിപാടിയൊന്നുമില്ല. ഇത്ര സിമ്പിളാണ്. ഇനിയും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എഡ്ജ് കട്ട 12 സെറ്റ് ചെയ്യണത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സെൻട്രൽ കട്ട 6 സെറ്റായിട്ടുണ്ട്. ഇനി എഡ്ജ് കട്ട സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെൻട്രൽ കളർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും എഡ്ജ് കളറുകളാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് ആദ്യം നോക്കേണ്ടത് നമ്മൾ ഇവിടെ 2 കളറുകളുണ്ട്. 2 ഒരേ സെയിം കട്ടകളാണ്. അങ്ങനെ 12 എഡ്ജ് സെറ്റ് ചെയ്യണം. അത് നമുക്ക് നോക്കാം എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ചുവപ്പ് നീലയാണ്. ചുവപ്പ് നീല കട്ട വേറെ എവിടെ കിടക്കണമെന്ന് നോക്കണം. ചുവപ്പ് നീല അല്ലെങ്കിൽ നീല ചുവപ്പായിട്ട് കിടക്കണം. ഇവിടെ തന്നെ കിടക്കണം. അപ്പോൾ ചുവപ്പ് നീല അത് സെറ്റ് ചെയ്യും. ഇതാണ് ചുവപ്പ് നീല. അത് സെറ്റ് ചെയ്യാനാകുമ്പോൾ നമ്മളിത് ഇങ്ങനെ തിരിച്ച് പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ചെയ്യണം. ഇപ്പോൾ വീഴ്ചണം. അപ്പ് ചെയ്യണം. അതിപ്പോൾ വീഴ്ചണം. പിന്നെ ഇത് റൈറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ചുമപ്പ് ഇവിടെ വന്നു. അപ്പോൾ ആ സെൻട്രൽ കട്ട റെഡിയായി. ഇനി അടുത്ത് നമുക്ക് ഈ സൈഡ് സെറ്റാക്കാം. ഈ സൈഡിലെ ഓറഞ്ച് വെള്ളയാണ്. ഓറഞ്ച് വെള്ള എവിടെ കിടക്കുന്നത് നോക്കണം. ഓറഞ്ച് വെള്ള ഇവിടെ കിടക്കുന്നു. അതാണ് അങ്ങനെ കഴിഞ്ഞാൽ താഴ്ത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെള്ള മുകളിലേക്ക് വരാൻ പാകത്തില്ല. ഓറഞ്ച് വെള്ള പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇങ്ങനെ പിടിച്ചിരിക്കണം. അതിൻ്റെ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ഇരിക്കണം.
പിന്നെ ഫ്രണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നു, പിന്നെ അപ്സൈഡ് ക്ലോക്ക് വൈസ് തിരിക്കുന്നു, പിന്നെ റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കും, പിന്നെ ഫ്രണ്ട് ക്ലോക്ക് വൈസ് തിരിക്കും. അത് സെറ്റായി. ഇനി സെറ്റ് ചെയ്യാനുള്ളത് മഞ്ഞ ഓറഞ്ച് അവിടെ ഇടുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് നമുക്ക് ഓറഞ്ച് ഫ്രണ്ടിലേക്കല്ല, അപ്പോൾ ഇവിടെ ഓറഞ്ച് എങ്ങനെ അടിക്കുന്ന ഓറഞ്ച് ഫ്രണ്ടിലാണ്. അപ്പോൾ ഓറഞ്ച് മഞ്ഞ എപ്പോഴും ഒരേ കളർ സെയിം കളർ തന്നെ ഫ്രണ്ടിൽ പിടിക്കാൻ ശ്രമിക്കുക, എങ്കിലാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുക, അപ്പുറം ഇരിക്കുക, അപ്പുറം ഇരിക്കുക, അതും സെറ്റായി. ഇനിയും വെള്ള പച്ച റെഡിയാണ്. വെള്ള പച്ച എവിടെയാണ് കിടക്കുന്നത് നോക്കണം. വെള്ള പച്ച ഇവിടെ കിടക്കുന്നത്. അപ്പോൾ വെള്ളയാണ് ഇപ്പോൾ മുകളിൽ ഇവിടെ ഇല്ല. വെള്ള പച്ച ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വെള്ള തന്നെ വന്നെങ്കിൽ ഇങ്ങനെ തിരിക്കും, ഇങ്ങനെ തിരിച്ചിട്ട് അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ള വരില്ല. അപ്പോൾ അത് ശരിയായില്ലേ, പച്ച വരുന്നു, പച്ചയും വെള്ളയായിട്ട് വരും. അപ്പോൾ പച്ചയും വെള്ളയായിട്ട് വരുമ്പോൾ അങ്ങനെ അത് മതി. ഇങ്ങനെ സെറ്റ് ചെയ്യുക, ഇങ്ങനെ ഇരിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുക, അകത്തിരിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുക, ക്ലോക്ക് വൈസ് ഇരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. വെള്ള പച്ച റെഡി. ഇനി മഞ്ഞ നീല സെറ്റ് ചെയ്യാം. മഞ്ഞ നീല റെഡ് യെല്ലോ റെഡ് അല്ല, അങ്ങനെ വരുമ്പോൾ പിന്നെ വരുള്ളൂ. റെഡ് യെല്ലോ അപ്പോൾ എല്ലാം മുമ്പേഴ്സത്തേക്കായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ തിരിക്കുക, അറവച്ചിരിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുക, അപ്പോഴും ഇരിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഇരിക്കുക, കൊണ്ടിരിക്കുക. അപ്പോൾ അത് സെറ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓറഞ്ച് പൂവ് എവിടെ കിടക്കുന്നത്? ഓറഞ്ച് പൂ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ പൂ രണ്ട് സൈഡിലേക്ക് വരാ ഭാഗത്തിന് നമ്മൾ ചെയ്യണം. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇല്ല, പൂ ഫ്രണ്ടിലേക്ക് വരില്ല. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ പൂ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ബ്ലൂ ഫ്രണ്ടിലായി. ഇങ്ങോട്ട് തിരിച്ചിട്ട് റൈറ്റ് തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പോഴ് തിരിച്ച് ബ്ലൂ ഫ്രണ്ടിലേക്ക്. ഇനി തിരിക്കാനുള്ള ഇത് ഒന്നും. ഇനിയിപ്പോൾ പച്ച ചുമപ്പ് അവിടെ ഇറങ്ങുന്നതാണ്. പച്ച ചുമപ്പ് ഇനി അധികം സൈഡൊന്നും ഇല്ല. പച്ച ചുമപ്പ് ഇവിടെ കിടക്കുന്നത്. പച്ച ചുമപ്പാണ്. അത് റെഡി. പച്ച ചുമപ്പ് പച്ച നേരെ വന്നു. ഇങ്ങനെ പിടിക്കുക, അങ്ങോട്ട് ഇരിക്കുക, അങ്ങോട്ട് ഇരിക്കുക, ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക.
സക്സസ് ഉണ്ട്. ഇനി അതിന് സെൻട്രൽ കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീല മഞ്ഞ എവിടെ കിടക്കുന്നതാണ് നീല മഞ്ഞ. ഇനി അധികം കട്ടകൾ സെറ്റ് ചെയ്യാനല്ല, അവർ സെറ്റ് ചെയ്യാനുള്ളത് ഇവിടെ കിടക്കുന്നത്. അപ്പം മഞ്ഞ ഫ്രണ്ടിലേക്കായിട്ട് വേണം. മഞ്ഞ ഫ്രണ്ടിലേക്ക് വന്നെങ്കിൽ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ പറ്റില്ല, ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ അതും പറ്റില്ല. അത് തിരിച്ച് കഴിഞ്ഞാൽ നീല ഫ്രണ്ടിലേക്കായിട്ട് വേണം. നീല ഫ്രണ്ടിലേക്കായിട്ട് വന്നെങ്കിൽ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ പറ്റും. അത് മഞ്ഞ ഫ്രണ്ടിലേക്കായിട്ടാണ്. മഞ്ഞ ഫ്രണ്ടിൽ മഞ്ഞ നീല തിരിച്ചിരിക്കുക, 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 തിരിക്കുക, തിരിക്കുക, തിരിക്കുക. ഏകദേശം ശരിയായിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇവിടെ 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 1 2 3 4 സൈഡ് ശരിയായി. 1 5 6 7 8 പിന്നെ 9 10 12 അങ്ങനെ 12 കട്ട് ശരിയായി. ഇപ്പോൾ നേരത്തെ ഇട്ട വീഡിയോയുടെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് ഒന്നിച്ചാണ്. ഇനി 2 പാർട്ട് അല്ലെങ്കിൽ 3 പാർട്ടിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും.